ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഡിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ ഡിഷ് ഉണ്ടാക്കിയേക്കുന്നത് നാത്തൂൻസ് അല്ല, പകരം ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത് നാത്തൂൻസിൻ്റെ അമ്മച്ചിയും അമ്മയുമാണ്. അമ്മച്ചി ഉണ്ടാക്കുന്നത് വെച്ച് കിടിലൻ 2 റെസിപ്പീസാണ് കൊടംപുളി ഇട്ട് വെച്ച മീൻകറിയും കടുമാങ്ങ അച്ചാറും. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമ്മച്ചി സ്പെഷ്യൽ കടുമാങ്ങ അച്ചാറാണ്. കുടംപുളി ഇട്ട് വെച്ചേക്കുന്ന മീൻകറിയുടെ വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം മാങ്ങ പറിക്കാം. പപ്പ അത് തോട്ടിയൊക്കെ എടുത്ത് മാങ്ങ പറിക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പപ്പ മാങ്ങ ഇങ്ങ് പറിച്ചേപ്പാ. അപ്പം മാങ്ങയൊക്കെ പറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ എങ്ങനെ അരിയുന്നതെന്ന് അമ്മച്ചി കാണിച്ചു തരും. അപ്പോൾ അമ്മച്ചി മാങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ ഒന്ന് കഴുകിയെടുക്കാം. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പും പഞ്ചസാരയും ചേർത്തൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. പഞ്ചസാര വളരെ കുറച്ചിട്ടാൽ മതി, അത് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കടുക് ഉലുവയും വറുത്തൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 2 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കടുകും ഉലുവയും പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ കരിയാതിരിക്കാൻ തീ ഒന്നെങ്കിൽ ഓഫാക്കുകയോ ഇല്ലെങ്കിൽ ലോ സിമ്മിൽ ഇടുകയോ ചെയ്യുക. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിന് ഇച്ചിരി ചാറ് വേണ്ട കൊണ്ട് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് കാരണം ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് അമ്മച്ചിയെ വിളിക്കാം.
അപ്പോൾ എല്ലാവരും ഈ കടുമാങ്ങ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.